وكفى وسلام على عباده الذين اصطفى أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمني رشدي وأعذني من شر نفسي. എന്നോട് ഏൽപ്പിക്കപ്പെട്ട വിഷയം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട സക്കാത്തിനെ സംബന്ധിച്ചാണ്. നമ്മുടെ നാടുകളിൽ പ്രായോഗിക തരത്തിൽ വളരെ വിരളമായി വരുന്ന ഒരു രൂപം സക്കാത്താണ് ഈ വിഷയം. വളരെ ചുരുക്കമായിട്ട് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞു ചുരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നടന്ന ചർച്ചകളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, സ്വർണത്തിലും വെള്ളിയിലും സക്കാത്ത് നിർബന്ധമാണ്. ആ സ്വർണത്തിലും വെള്ളിയിലും സക്കാത്ത് നിർബന്ധമാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. എല്ലാവരും അടുക്കലും സ്വർണത്തിലും വെള്ളിയിലും സക്കാത്ത് നിർബന്ധമാണ്. എന്നാൽ ഇവയിൽ ഏതെല്ലാം വിഷയങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ള ഇനങ്ങളാണ് ഉൾപ്പെടുക എന്ന വിഷയം പയ്യെ ചർച്ച ചെയ്യാം. അതിനുമുമ്പ് പറഞ്ഞിവിടെ അളവ്, സ്വർണത്തിലും വെള്ളിയിലും സക്കാത്ത് നിർബന്ധമാകുന്നതിന് ഇസ്ലാം കണക്കാക്കുന്ന ഒരളവുണ്ട്, ഒരു നിസാബ്. അതെത്തിക്കഴിഞ്ഞാലാണ് സക്കാത്ത് നിർബന്ധമാവുക. ഇവ രണ്ട് നിബന്ധനകളാണ്. ഒന്ന്, ഈ പറഞ്ഞ വസ്തുവിൽ സക്കാത്ത് നിർബന്ധമാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ അളവ്, നിശ്ചയിക്കപ്പെട്ട തുക തൻ്റെ കൈവശം ഉണ്ടാകണം. രണ്ടാമത്, ആ നിശ്ചയിക്കപ്പെട്ട തുക ഒരു വർഷം കാലയളവ് അദ്ദേഹത്തിന്റെ അടുക്കൽ ശേഷിക്കണം, ബാക്കിയാവണം. അപ്പോഴാണ് ആ പറഞ്ഞ വസ്തുവിൽ 2% സക്കാത്തായി കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ സ്വർണത്തില് ഏകദേശം ഹദീസുകളിൽ 20 മിസ്കാലാണ്. ഇന്നത്തെ കണക്ക് പ്രകാരം 85 ഗ്രാം ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ, ഏതാണ്ട് 10 പവനും 1 ഗ്രാമും ഒരാളുടെ കൈവശം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു വർഷക്കാലം മുഴുവൻ ഉണ്ടായി കഴിഞ്ഞാലാണ് അതിന്റെ 2.5% സക്കാത്തായി നൽകേണ്ടത്. അതുപോലെ തന്നെ വെള്ളിയിൽ 200 ദിർഹം ഹദീസിൽ കാണാൻ പറ്റും. ഇന്നത്തെ കണക്ക് പ്രകാരം 595 ഗ്രാം ഒരാളുടെ കൈവശം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വർഷക്കാലം മുഴുവൻ ഉണ്ടായാൽ അതിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. പിന്നെ ചുരുക്കി, അതായത് സ്വർണത്തിൽ 595 ഗ്രാം, അല്ല, സ്വർണത്തിൽ 85 ഗ്രാമും വെള്ളിയിൽ 595 ഗ്രാം സ്വർണം ഒരാളുടെ കൈവശം, അല്ല, വെള്ളി ഒരാളുടെ കൈവശം ഉണ്ടാകുമ്പോഴാണ് അവൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാവുന്നത്. പിന്നെ സ്വർണത്തിൽ വെള്ളിയിൽ എന്ന് പറയുമ്പോൾ തനി പ്യുവർ സ്വർണം ഒരാളുടെ കൈവശം 85% ഉണ്ടാകുമ്പോഴാണ്. ഇന്ന് സാധാരണ നമ്മുടെ നാടുകളിൽ ലഭിക്കാറുള്ളത് 22 അല്ലെങ്കിൽ 18 ക്യാരറ്റ് സ്വർണ്ണമാണ്. അപ്പൊ അതിൽ പൂർണ്ണമായും അത് സ്വർണമല്ല, അതിൽ മറ്റ് ലോഹങ്ങളുടെ, ചെമ്പ് പോലത്തെ ലോഹങ്ങളുടെ അംശം കൂടി വരുന്നുണ്ട്. അതിനെ ഒഴിവാക്കി ബാക്കി വരുന്ന സ്വർണം 85 എത്തുമ്പോഴാണ് അതിൽ സക്കാത്ത്, 10 പവൻ എത്തുമ്പോഴാണ് അതിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത്. പിന്നെ ഈ സ്വർണ്ണ വെള്ളിയുടെ ഗണത്തിൽ ഏതെല്ലാം ഉൾപ്പെടും? പിന്നെ സ്വർണത്തിലും വെള്ളിയിലും രണ്ടും വ്യത്യസ്ത ഇനങ്ങളായതുകൊണ്ട് രണ്ടിലും 2 സക്കാത്താണ് കൊടുക്കേണ്ടത്. സ്വർണത്തിലെ അളവ് പൂർത്തീകരിക്കാൻ വെള്ളിയുടെ അംശത്തെ ചേർക്കേണ്ടതില്ല. അഥവാ ഉദാഹരണത്തിന് ഒരാളടുക്കൽ 80 ഗ്രാം സ്വർണ്ണം ഉണ്ട്. അപ്പൊ അത് ഒരു വർഷക്കാലം 80 ഗ്രാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ. അതുപോലെ തന്നെ വെള്ളി 5% വെള്ളിയുണ്ട്. വെള്ളി 5 ഗ്രാം സ്വർണത്തിലേക്ക് ചേർത്തുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ട അവകാശിയായി തീരുന്നില്ല. ഇനി ഈ സ്വർണത്തിലും വെള്ളിയിലും ഏതെല്ലാം ഇനങ്ങൾ ഉൾപ്പെടും? സ്വർണത്തിൽ വെള്ളിയിൽ സാധാരണ ഒരാള് സൂക്ഷിപ്പ് സ്വത്തായി, ഒരാളുടെ പക്കൽ ഹലാലായ ഉപയോഗ ലക്ഷ്യമില്ലാതെ, ഹലാലായ ആഭരണമല്ലാത്ത സൂക്ഷിപ്പ് സ്വത്തായി ഒരു സേവിംഗ് ആയി വെച്ച എല്ലാത്തര സ്വർണത്തിലും സക്കാത്ത് നിർബന്ധമാവും. സ്വർണത്തിന്റെ എല്ലാ വിഭവങ്ങളിലും, അത് ഹറാമായ ആഭരണങ്ങളാവട്ടെ അല്ലെങ്കിൽ കോയിൻസ് ആവട്ടെ, സ്വർണ്ണ പാത്രം, വെള്ളിപ്പാത്രം, അതുപോലെ തന്നെ മെഡല് പോലത്തെ ഏതെല്ലാം വസ്തുക്കൾ ഈ പറഞ്ഞ അളവെത്തി ഒരു വർഷക്കാലം അദ്ദേഹത്തിന്റെ കൈക്കലുണ്ടെങ്കിൽ അതിൽ സക്കാത്ത് കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാകും. അപ്പൊ ഇവിടെ ഇതിന്ന് ഒഴിവാക്കേണ്ടത് ധരിക്കൽ ഹലാലായ ആഭരണം. സ്വർണത്തിൽ ഇന്ന് മിക്കവാറും നമുക്ക് ചർച്ച വരുന്ന സ്വർണത്തിന്റെ ആഭരണങ്ങളിലാണ്. ആഭരണങ്ങൾ സക്കാത്ത് ഷാഫി മദ്ഹബ് പ്രകാരം ആഭരണങ്ങളിൽ സക്കാത്തില്ല. അതുപോലെ തന്നെ അധിക ഇമാമിങ്ങളുടെ 3 അയിമത്തു സലാസ 3 ഇമാമിങ്ങളുടെ മദ്ഹബിലും ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല എന്ന് തന്നെയാണ്. പിന്നീട് അഥവാ അപ്പൊ ഒരാളുടെ അടുക്കല് ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ
ഹലാലായ ആഭരണങ്ങളുടെ സക്കാത്ത് ഇല്ലാത്തത്. ഹലാലായ ആഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ ധരിക്കുന്ന ആഭരണം, സ്ത്രീകൾ ധരിക്കുന്നതോ ധരിക്കാൻ വേണ്ടി കരുതി ഉദ്ദേശിച്ച് എടുത്തു വെച്ച ആഭരണങ്ങളിൽ സക്കാത്തില്ല. അപ്പൊ ഒരാൾ ധരിക്കണമെന്നില്ല, ധരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ എടുത്തു വെച്ച ആഭരണങ്ങൾ, അല്ലെങ്കിൽ ലോക്കറിൽ സൂക്ഷിച്ചത്, അല്ലെങ്കിൽ മകളുടെ നിക്കാഹിന് വേണ്ടി എടുത്തു വെച്ച ആഭരണങ്ങൾ, ഇതിലൊന്നും എന്താവുന്നില്ല, സക്കാത്ത് നിർബന്ധമാകുന്നില്ല. എന്നാൽ ഹറാമായ ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ പുരുഷൻ ധരിക്കുന്ന ആഭരണങ്ങളാണ് ഹറാമായ ആഭരണങ്ങൾ. പുരുഷന് വെള്ളി മോതിരമല്ലാത്ത മറ്റ് ആഭരണങ്ങൾ ഹറാമിന്റെ പരിധിയിൽ പെടും. അപ്പൊ ഹറാമായ ആഭരണങ്ങൾ, ഇപ്പോൾ സ്വർണ്ണപാത്രം അല്ലെങ്കിൽ വെള്ളിപ്പാത്രം അല്ലെങ്കിൽ മറ്റ് സ്വർണത്തിന്റെ ആഭരണങ്ങളല്ലാത്ത മറ്റ് വിഭവങ്ങൾ തന്റെ കൈവശം ഉണ്ടെങ്കിൽ അതിലും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായി തീരും. അപ്പോൾ ഒരാൾ എടുത്തു വെച്ച, ഇപ്പം സൂക്ഷിപ്പ് സ്വത്തായിട്ട് അല്ലെങ്കിൽ സേവിങ് ആയിട്ട് ഡിപ്പോസിറ്റായി എടുത്തു വെച്ച സ്വർണത്തിലാണ് അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത്. ഇപ്പൊ ജ്വല്ലറികൾ കൊടുക്കുന്ന സക്കാത്ത് അത് സ്വർണത്തിന്റെയും വെള്ളിയുടെ സക്കാത്തല്ല, അത് കച്ചവടത്തിന്റെ സക്കാത്തിന്റെ പരിധിയിലാണ് ഉൾപ്പെടുക. അപ്പൊ ഒരാൾ എടുത്തു വെച്ച സ്വർണത്തിലാണ്, ഇപ്പൊ ധരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എടുത്തു വെച്ചു, അതിൽ സക്കാത്ത് നിർബന്ധമാകുന്നില്ല. എന്നൊരാള് സൂക്ഷിപ്പ് സ്വത്തായിട്ട്, ഇപ്പൊ ഒരാൾക്ക് 20 ലക്ഷം ഉണ്ടായിരുന്നു, 25 ലക്ഷം കയ്യിലുണ്ട്, അത് എടുത്തു വെച്ചാൽ സേവിങ്, അത് എടുത്തു വെക്കൽ പ്രയാസമാണ്, അല്ലെങ്കിൽ അതിൽ വലിയ വളർച്ച ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് അദ്ദേഹം ആഭരണത്തിലേക്ക് മാറ്റി. 20 ലക്ഷം ഉണ്ടായിരുന്നു, അത് ആഭരണമാക്കി മാറ്റി വെച്ചാൽ പിന്നീട് അതിൽ വില കൂടാനും അതുപോലെ തന്നെ അത് സൂക്ഷിച്ചു വെക്കാൻ എളുപ്പമെന്നുള്ള തരത്തിൽ അത് ആ നിലക്ക് സൂക്ഷിച്ചു വെക്കാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിലും സക്കാത്ത് കൊടുക്കാൻ, അതിലും സക്കാത്ത് നിർബന്ധമാകും. അതുപോലെ തന്നെ ഒരാൾ സൂക്ഷിച്ചു വെച്ച ആഭരണമായിരുന്നു, സൂക്ഷിച്ചു വെക്കണം എന്ന ലക്ഷ്യത്തിൽ ഒരു സേവിങ് ആയിട്ട് എടുത്തു വെച്ച ആഭരണം പിന്നീട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ സക്കാത്ത് മുറിഞ്ഞു പോകും, പിന്നെ അതിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആഭരണമാണ്, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷ ഉപയോഗ ലക്ഷ്യത്തിൽ എടുത്തു വെച്ച ആഭരണത്തെ സേവിങ് ആയി എടുത്തു വെക്കാൻ തീരുമാനിച്ചത് മുതൽ അന്ന് മുതൽ അതിന്റെ വർഷം ആരംഭിക്കും. അതിൽ പിന്നെ അവൻ സക്കാത്ത് കൊടുക്കണം. ഒരു വർഷം തികയുമ്പോൾ അതിൽ സക്കാത്ത് കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാകും. ഇനി ശാഫി മദ്ഹബ് അനുസരിച്ച് പ്രബലമായ അഭിപ്രായവും അധികം ഫുഖഹാക്കളും പറയുന്നത് ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല എന്ന് തന്നെയാണ്. പിന്നെ ആഭരണത്തിൽ സക്കാത്ത് ഉണ്ട് എന്ന് വരുന്നത് എപ്പോഴാണ്, അത് അമിതമായി കഴിഞ്ഞാലും ഇസ്രാഫിന്റെ ഗണത്തിൽ പെട്ട് കഴിഞ്ഞാൽ, പരിധിക്കപ്പുറത്തേക്ക് അമിതമായി കഴിഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാകും എന്ന് ഫുഖഹാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് അമിതമാകുന്നത് എപ്പോഴാണെന്ന് മനസ്സിലാകുന്നത് ഫുഖഹാക്കൾ ചില ഉദാഹരണങ്ങൾ അതിന് പറയുന്നുണ്ട്. നാട്ടു നടപ്പനുസരിച്ച് ഉറുഫ്, നാട്ടിലെ നടപ്പിനെയാണ്, അതിന് പതിവിനെയാണ് സാധാരണ നോക്കാറുള്ളത്. അതൊരു വിദൂര കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു ഉറുഫ്, ഒരു സാധാരണ ആ പരിധി ഇസ്രാഫിന്റെ ഗണം ഉദാഹരണമായിട്ട് ഉലമാക്കൾ പറഞ്ഞിരുന്നത് സാധാരണ അലങ്കാരത്തിന് വേണ്ടിയിട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ടോ ആണ് ആഭരണങ്ങൾ ധരിക്കാറുള്ളത്. അത് അഭംഗിയായി തോന്നുന്ന തരത്തിൽ ഒരാൾ ധരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ആഭരണങ്ങൾ അഭംഗിയോടുകൂടെ കണ്ടാൽ വെറുപ്പ് തോന്നുന്ന തലത്തിൽ നിർമ്മിക്കപ്പെട്ടത്. ഉദാഹരണം ഉലമാക്കൾ കിതാബിലെ കാണുന്നത് വെറും പാദസരം, 2 പാദസരം 850 ഗ്രാം വരിക. പാദരസരം സാധാരണ 12 അല്ലെങ്കിൽ 20ന്റെ ഉള്ളിൽ ഒതുങ്ങും 2 പാദരസത്തിന്റെ ഗ്രാം. പക്ഷെ അത് 850 ഗ്രാമിന്റെ വെറും ഒരു പാദരസരം അല്ലെങ്കിൽ വെറും ഒരു വള 200 ഗ്രാം അല്ലെങ്കിൽ 800 ഗ്രാമിന്റെ തോതിൽ വരുമ്പോൾ അത് കാണുമ്പോൾ അലങ്കാരമല്ല, അത് വെറുപ്പുളവാക്കുന്ന തരത്തിൽ അതുപോലെ ഇസ്രാഫാകുന്നതാണ്. ഇത് വ്യത്യസ്ത ആഭരണങ്ങൾ ഒരാൾക്കൽ 200-300 ഗ്രാം അല്ലെങ്കിൽ പവന് ഒരാളടുക്കൽ ആഭരണം ഉണ്ടെങ്കിൽ അല്ല പറയുന്നത്, ഒറ്റ ആഭരണം അല്ലെങ്കിൽ ഈ രൂപത്തെയാണ് ഇസ്രാഫായിട്ട് അമിതമായി എന്ന് ഗണിക്കുന്നത്. പല ആഭരണങ്ങൾ ഒരാൾക്ക് ഒരുപാടുണ്ട്, പല ആഭരണങ്ങളാണ്, വ്യത്യസ്ത സമയങ്ങളിൽ ധരിക്കുന്നതാണ്. അതൊക്കെ ധരിക്കുന്ന ആഭരണത്തിന്റെ ഗണത്തിൽപ്പെടുക, അതിലൊന്നും സക്കാത്ത് നിർബന്ധമാകുന്നില്ല. ഇനി ആഭരണത്തിൽ സക്കാത്ത് നിർബന്ധമായി കഴിഞ്ഞാൽ അതിൽ സാധാരണ സക്കാത്തായി കൊടുക്കേണ്ടത് എന്താണ്? സ്വർണ്ണ വെള്ളിയിൽ സക്കാത്ത് നിർബന്ധമായി കഴിഞ്ഞാൽ അതിൽ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്തായി നൽകേണ്ടത് ഇപ്പൊ നേരത്തെ പറഞ്ഞു വെച്ചു, എല്ലാ വസ്തുക്കളിലും സക്കാത്ത് നിർബന്ധമായി കഴിഞ്ഞാൽ ആ വസ്തുവിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് 2% ആ വസ്തുവിൽ നിന്ന് തന്നെ സക്കാത്തായിട്ട് കൊടുക്കണം. അങ്ങനെയാണ് പറയുന്നത്. കച്ചവടത്തിൽ മാത്രമാണ് സക്കാത്തായിട്ട് വില നൽകേണ്ടത്.
ഇപ്പം സ്വർണത്തിലും വെള്ളിയിലും സക്കാത്ത് നിർബന്ധമായി കഴിഞ്ഞാൽ എത്ര സ്വർണത്തിലാണോ എത്ര സ്വർണ്ണ ആളെ കയ്യിലുണ്ടോ അതിന്റെ 2.5% ആ സ്വർണത്തിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കലാണ് നിർബന്ധ ശാഫി മദ്ഹബ് പ്രകാരം. എന്നാൽ ഇന്നത്തെ സ്വർണത്തിൽ നിന്ന് നൽകുന്നതിന് പല ചെലവുകൾ വരുന്നത് കാരണം ലാഭം ചിലപ്പോൾ പൈസയായിട്ട് കൊടുക്കലായിരിക്കും. കാരണം 85 ഗ്രാമിൽ ഒരാൾക്ക് സക്കാത്ത് 2% സക്കാത്ത് കൊടുക്കാൻ നിർബന്ധനായി കഴിഞ്ഞാൽ അവിടെ ആ 2.5% മാറ്റിയെടുക്കുന്നതിന് ചിലപ്പോൾ പണിക്കൂലി മറ്റ് ചെലവുകൾ അവിടെ വരുന്നത് കൊണ്ട് അവിടെ ചെലവുകൾ കൊടുക്കപ്പെടുന്ന വ്യക്തിക്ക് ചിലപ്പോൾ പൈസ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ആ 2.5% വിലയെ കണക്കാക്കി പൈസയെ കണക്കാക്കി പൈസയായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ വിലക്ക് വേറെ എന്തെങ്കിലും സ്വർണം വാങ്ങിച്ചിട്ടും കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ അനുവാദം ഉലമാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം സ്വർണ്ണ വെള്ളിയിൽ ബാക്കി കാര്യങ്ങൾ പിന്നെ കറൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഇതിലാകെ ആഭരണത്തിന്റെ ചർച്ചകളാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഏകദേശം അതിന്റെ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമതായി ഏൽപ്പിച്ച വിഷയം കാർഷിക ഉൽപ്പന്നങ്ങളിലുള്ള സക്കാത്താണ്. അഥവാ നമ്മുടെ നാടുകളിൽ നടക്കുന്ന കൃഷികളിൽ ഏതെല്ലാം സക്കാത്ത് നിർബന്ധമാകും. നമ്മളുമായി വളരെ വിരളമായി ബന്ധപ്പെടുന്ന ഒരു കാര്യം കൂടിയാണത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആദ്യമായിട്ട് ഏതെല്ലാം വിളകളിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാടുകളിൽ കൃഷി ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിലെല്ലാം സക്കാത്ത് നിർബന്ധമാകുന്നില്ല. സക്കാത്ത് നിർബന്ധമാകുന്ന കുറഞ്ഞ ചുരുങ്ങിയ ഹദീസിൽ വ്യക്തമാക്കപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം, കുറച്ച് വിഭവങ്ങളിൽ മാത്രമാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. അതിലുള്ള കാരണം നോക്കുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങളെ മുൻനിർത്തിയിട്ടാണ് അതിലെല്ലാം കാണപ്പെടുന്ന 2 ഗുണങ്ങളാണ്. ഒന്ന്, സാധാരണ ജനങ്ങൾ അധികമായി അടിസ്ഥാന ഭക്ഷണമായി കൂത്തായി ഉപയോഗിക്കുന്ന ഭക്ഷണമായിരിക്കണം, അതിലെ സക്കാത്ത് നിർബന്ധമാകും. രണ്ടാമത്, അത് കേടുകൂടാതെ ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ധാന്യങ്ങൾ, കേട് കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന വസ്തുവാവണം. ഈ വസ്തുക്കളിൽ മാത്രം ശാഫി മദ്ഹബ് പ്രകാരം സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ജനങ്ങൾ സാധാരണയായിട്ട് ഭക്ഷണ പദാർത്ഥമായി ഉപയോഗിക്കുന്നതാവണം, സാധാരണ അടിസ്ഥാന ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ കേട് കൂടാതെ എടുത്തു വെക്കാൻ പറ്റുന്നതുമായ കൃഷികളിൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. അപ്പം ഉദാഹരണത്തിന് ധാന്യങ്ങളിൽ നിന്ന് അരി, ഗോതമ്പ്, ബാർലി അല്ലെങ്കിൽ പയർ ഐറ്റംസുകൾ, കടലന്റെ ഇവകളിൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. ഫ്രൂട്ട്സുകളിൽ പറയുകയാണെങ്കിൽ കാരക്കയിലും മുന്തിരിയിലും മാത്രമേ സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. ബാക്കി ഇന്ന് നമ്മൾ കാണുന്ന പല ഫ്രൂട്ട്സുകളിലും അതുപോലെ തന്നെ പച്ചക്കറികൾ, ഒരു തരത്തിലുള്ള പച്ചക്കറികളിലും സക്കാത്ത് നിർബന്ധമാകുന്നില്ല. നിർബന്ധമാകുന്ന ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് വാങ്ങിച്ച് തിരിച്ചു കൊടുത്തതായിട്ടും സ്വഹാബാക്കൾ ഉദ്ദേശിച്ചതായിട്ട് ഹദീസുകളിൽ കാണാൻ പറ്റും. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ നമ്മളെ കേരള സാഹചര്യത്തിൽ സക്കാത്ത് നിർബന്ധമാകുന്ന കൃഷി വിളവ് അത് നെല്ല് പോലത്തെ ധാന്യങ്ങളിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാടുകളിൽ. ഇതല്ലാത്ത മറ്റൊന്നിലും ഉണ്ടാവാൻ സാധ്യതയല്ല. നെല്ലിൽ തന്നെ സക്കാത്ത് അപ്പം സാധാരണ ഉണ്ടാവുന്ന ചോദ്യമാണ്. അപ്പം ഏക്കർ കണക്കിന് ബാക്കി നമ്മുടെ നാടുകളിൽ നടക്കുന്ന തേങ്ങ, അതുപോലെ തന്നെ കുരുമുളക്, അടക്ക, കശുവണ്ടി, കാപ്പി, റബ്ബർ, ഇതൊക്കെ ഏക്കർ കണക്കിന് സാധാരണ ചിലവർക്കുണ്ടാവും. അപ്പൊ അതിലൊന്നും സക്കാത്ത് നിർബന്ധമാകുന്നില്ല എന്നുള്ള ചോദ്യം വന്നേക്കാം. അപ്പം ആ വസ്തുക്കളിൽ സക്കാത്തില്ല, ഇവകളിലൊന്നും സക്കാത്തില്ല എന്ന് വെച്ചാൽ ഈ വസ്തുക്കളിൽ അഥവാ ഈ പറയപ്പെട്ട പച്ചക്കറി ഏതും ആവട്ടെ, ഇതല്ലാത്ത ഈ പറയപ്പെട്ട ധാന്യങ്ങളിലല്ലാത്ത ഈ വസ്തുക്കളൊന്നും ആ വസ്തുവിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല. കാരണം അതിൽ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും ഈ പറയപ്പെട്ട വസ്തുക്കളല്ലാത്ത ഒരുപാട് കൃഷികൾ നടന്നിട്ടുണ്ട്, അതിന് സക്കാത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവകളിൽ സക്കാത്ത് ആ വസ്തുവിൽ നിർബന്ധമാകുന്നില്ലെങ്കിലും, ഇപ്പൊ എത്രയോ ഏക്കർ കണക്കിന് തെങ്ങും തോപ്പും അല്ലെങ്കിൽ റബ്ബറൊക്കെ ഉള്ള ആളുകൾക്ക് അതിൽ സക്കാത്തില്ലെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലെ സക്കാത്ത് വരിക. അതുപോലെ തന്നെ അതൊരു കച്ചവട വസ്തുവാക്കി മാറ്റിയാൽ വിൽക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ സക്കാത്ത് വരും. അപ്പോൾ ആ വസ്തുവിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് നമ്മുടെ നാടുകളിൽ നെല്ല് പോലത്തെ ധാന്യങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പിന്നെ ശാഫി മതപ്രകാരം ഇവകളിലൊന്നും സക്കാത്ത് നിർബന്ധമില്ലെങ്കിലും ഹനഫി മതപ്രകാരം എല്ലാ വസ്തുക്കളിലും ഭൂമിയിൽ നിന്ന് കൃഷി ചെയ്ത് വിളവെടുക്കുന്ന എല്ലാത്തിലും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടും വാത്തു ഹക്കോയോമ ഹസാദി എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ശാഫി മതപ്രകാരം ഏതൊരു കൃഷി നമ്മൾ ചെയ്യുന്ന കൃഷി വിളവെടുക്കുന്ന ദിവസം അതിൽ നിന്നും വല്ല അല്പഭാഗം, കുറഞ്ഞത് നിർബന്ധമായിട്ടല്ല, കുറഞ്ഞ ഭാഗം സ്വതക്കയായിട്ട് ഫുഖറാക്കൾ കൊടുക്കൽ സുന്നത്താണ്, നിർബന്ധമായ സക്കാത്തല്ല. ഏതൊരു വിഭവങ്ങളും ഇപ്പൊ തേങ്ങ അല്ലെങ്കിൽ
നമ്മൾ വേറെ എന്തെങ്കിലും വിളവെടുക്കുന്ന ദിവസം അതിന്റെ അല്പം കുറച്ച് സ്വതക്ക കൊടുക്കൽ ശാഫി മതപ്രകാരം സുന്നത്താണ്. നിർബന്ധമായ സക്കാത്ത് അവകളിലൊന്നും വരുന്നില്ല. ഈ പറഞ്ഞ നെല്ല് പോലത്തെ ധാന്യങ്ങളിൽ മാത്രമാണ് ഇന്ന് നമ്മൾക്ക് സക്കാത്ത് വരുന്നത്. അപ്പൊ സക്കാത്ത് നിർബന്ധമാകുന്നതിന്, നെല്ല് പോലത്തെ ധാന്യങ്ങൾ സക്കാത്ത് നിർബന്ധമാകുന്നതിന് പ്രധാനമായും ഒരു നിബന്ധനയേ ഉള്ളൂ വരുന്നത്. ബാക്കിയുള്ളത് പോലെ വർഷത്തെ ഇവിടെ പരിഗണിക്കൂല. വർഷം തികയേണ്ട ആവശ്യം കൃഷികളിലില്ല. കൃഷികളിൽ നിശ്ചയിക്കപ്പെട്ട തുക അഥവാ നിസാബ് എത്തിക്കഴിഞ്ഞാൽ അത് സക്കാത്ത് നിർബന്ധമാകും. അതുപോലെ തന്നെ കൃഷികളിലെ വേറൊരു പ്രത്യേകതയാണ് വൺ ടൈം നൽകിയാൽ മതി. ഒറ്റ പ്രാവശ്യം ഒറ്റ തവണ സക്കാത്ത് കൊടുത്താൽ പിന്നീട് വർഷങ്ങൾ അതിനെ സൂക്ഷിച്ചു വെച്ചാലും അതിൽ സക്കാത്ത് നിർബന്ധമാകുന്നില്ല. അഥവാ വിളവെടുക്കുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. അത് ആകെ എത്ര വിളവുണ്ടോ നോക്കി അതിന്റെ 10% കണക്ക് പറയും. അത്ര കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങൾ ആ 10 കിലോ ആ ധാന്യം എടുത്തു വെച്ചാലും പിന്നീട് സക്കാത്ത് നിർബന്ധമാകുന്നില്ല. അപ്പം വിളവെടുക്കുന്ന സമയത്താണ് നിസാബിനെ പരിഗണിക്കുക. നമ്മൾ എന്നാണോ വിളവെടുക്കുന്നത്, കൊയ്തെടുക്കുന്ന ദിവസം അത് ഈ പറയപ്പെട്ട നിസാബ് അളവെത്തി കഴിഞ്ഞാലാണ് അത് സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. അരികളില് ധാന്യങ്ങളിലൊക്കെ സാധാരണ ഹദീസിൽ കാണാൻ പറ്റും, ഈ പുറംതൊലി അല്ലെങ്കിൽ ഉമ്മിയൊക്കെ കളഞ്ഞ ശേഷമാണ് അതിൽ സക്കാത്ത് നിർബന്ധമാകുന്നത്, സക്കാത്ത് കൊടുക്കേണ്ടത്. 2 തരത്തിലാണ് കൃഷി ധാന്യങ്ങളുള്ളത്. ചിലത് തൊലിയോടുകൂടെ സൂക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ ചില കർഷകരൊക്കെ പണ്ട് കാലത്ത് ചോദിക്കും, പണ്ട് കാലത്തൊക്കെ പെട്ടെന്ന് കേടുവരാൻ സാധ്യത, ഈ കെമിക്കലോ അല്ലെങ്കിൽ മരുന്നൊന്നും അടിക്കാത്തോണ്ട് പെട്ടെന്ന് കേടുവരുന്നോണ്ട് തൊലിയോടുകൂടെ എടുത്തു വെക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്ന് പെട്ടെന്ന് തൊലി കളഞ്ഞ് കയറ്റുമതി ചെയ്യൽ കൃഷി അല്ലെങ്കിൽ വിൽപ്പനക്കൊക്കെ വേണ്ടി വെക്കുന്നുണ്ട്. തൊലി ഇല്ലാതെയും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൃഷികളിൽ തൊലി മറ്റും കളഞ്ഞ് ധാന്യങ്ങളിലാണെങ്കിൽ ആ ധാന്യം 5 വസ്ക് ഉണ്ടെങ്കിൽ അത് സക്കാത്ത് നിർബന്ധമാകും. 5 വസ്ക് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വസ്ക് എന്ന് പറഞ്ഞ ഒരു അളവ് പാത്രമാണ്. ഇന്നത്തെ കാലത്തെ അളവ് പാത്രം അളവ് പാത്രം അനുസരിച്ച് കൊടുക്കൽ പ്രയാസമാണ്. നമ്മുടെ നാട്ടിലും പറ, ഈ അതുപോലെ തന്നെ നായി എന്നൊക്കെ പറഞ്ഞ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെയായിരുന്നു സക്കാത്ത് കൊടുത്തിരുന്നത്. അപ്പൊ അതിന്റെ കിലോ കണക്കെന്ന് പറയുകയാണെങ്കിൽ ചെറിയ ഏറ്റ വ്യത്യാസങ്ങൾ വരും. കാരണം ഇത് അളവാണ്. ഇന്ന് തൂക്കി കൊടുക്കുമ്പോൾ കിലോ കണക്കാവുമ്പോൾ ചെറിയ ഏറ്റ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഏകദേശം 60 കിലോ അല്ലെങ്കിൽ 100 കിലോന്റെ അടുത്ത് വരുന്നതാണ് ഓരോ പാത്രങ്ങളുടെ അളവൊക്കെ വരുന്നുണ്ട്. അപ്പം ഏകദേശം 600, 600 ചില്ലാം 650 അല്ലെങ്കിൽ 612 എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അളന്നു കൊടുക്കേണ്ട ധാന്യങ്ങളുടെ തൂക്കത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഈ അളവും തൂക്കവും മാറും. ഇപ്പം 650 കിലോ എന്ന് പറയുന്നത് ഗോതമ്പിന്റെ അളവനുസരിച്ചാണ്. ഗോതമ്പ് അളന്നു നോക്കുമ്പോൾ ചിലപ്പോൾ തൂക്കി നോക്കുമ്പോൾ വ്യത്യാസം വരും. അപ്പൊ ധാന്യങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് തൂക്കത്തിലും വ്യത്യാസം വരും. ഏകദേശം 600 ചില്ലാം തൂക്കം കിലോ ഒരാളുടെ കൈവശം ധാന്യം നെല്ലുണ്ടെങ്കിലാണ് അതിൽ സക്കാത്ത് ബാധ്യസ്ഥനാകുന്നുള്ളൂ. ഇനി തൊലിയോട് കൂടെ എടുത്തു വെക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി വരും. അഥവാ ഏകദേശം 1300ഓളം കിലോ ഒരാളുടെ കൈവശം ഉണ്ടാകുമ്പോഴാണ് അതിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാവുന്നത്. അപ്പൊ ഒരാളുടെ കയ്യിൽ വിളവെടുക്കുന്ന സമയത്ത് മൊത്തം വിളവ് കൊയ്തെടുത്ത കൃഷി അല്ലെങ്കിൽ നെല്ല് ഒരാളുടെ അടുക്കൽ 650 അല്ലെങ്കിൽ തൊലിയോട് കൂടെയാണെങ്കിൽ 1300ഓളം വരുന്നുണ്ടെങ്കിൽ അത് സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാവും. എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് ഇപ്പൊ എല്ലായിടത്തും പറഞ്ഞ 2.5% എന്ന് പറഞ്ഞു. കൃഷിയിൽ സക്കാത്ത് കൊടുക്കേണ്ടത് അതിന്റെ 10%. 2 അവസ്ഥകളാണ് കൃഷിയിൽ സക്കാത്ത് കൊടുക്കുന്നതിനെ പരിഗണിക്കുന്നത്. നനക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഹദീസിൽ കാണാൻ പറ്റും, നനക്കലിന്റെ ചെലവിനെ പരിഗണിച്ചുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കേണ്ട വിഹിതത്തെ തീരുമാനിക്കുന്നത്. അതിലേറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് ഹദീസിൽ കാണാൻ പറ്റും. നനച്ച് ഇപ്പോ കൃഷി ചെയ്യുന്നതിന് നനക്കുന്നതിന് വേണ്ടി ചെലവ് വരാറുണ്ട്. അധ്വാനവും ചെലവും കൂടാതെ, അഥവാ മഴ കാരണോ അല്ലെങ്കിൽ അടുത്തുള്ള ജലാശയം മറ്റും ഈർപ്പം മുഖേന സ്വമേധയ ഉണ്ടായ കൃഷിയാണെങ്കിൽ ആ വിളവെടുപ്പും അതിൽ 10%, വിളവെടുത്തതിന്റെ 10%മാണ് സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. ഇനി നനക്കുന്നതിന് നനവുമായി ബന്ധപ്പെട്ട് ചെലവ് വരുന്ന, അധ്വാനവും ചെലവും വരുന്ന കൃഷിയാണെങ്കിൽ, അങ്ങനെ കൊയ്തെടുത്തതാണെങ്കിൽ അതിൽ 5%മാണ് സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്,
ഈ കൃഷി സക്കാത്ത് കൊടുക്കേണ്ട വിഹിതത്തിന് ചെലവ് വരുത്തുന്ന വിഹിതത്തിന് കുറവ് വരുത്തുന്ന ചെലവ് അത് നനക്കലുമായി ബന്ധപ്പെട്ട ചെലവ് മാത്രമാണ്. ഇതല്ലാത്ത ചെലവുകൾ നമ്മുടെ നാടുകളിൽ നിന്ന് പലതും ഉണ്ടാവും. വളടേണ്ടി വരും, അല്ലെങ്കിൽ കൂലിക്കാരെ നിർത്തേണ്ടി വരും, കൊയ്യാൻ ആളെ നിശ്ചയിക്കേണ്ടി വരും, മറ്റു ഡോക്ടറും മെഷീനൊക്കെ കൊണ്ടുവരേണ്ട അങ്ങനത്തെ പല ചെലവുകളും വരും. ആ ചെലവിന്റെ പേരിലൊന്നും കൊടുക്കേണ്ട ശതമാനത്തിൽ സക്കാത്തിൽ കമ്മി വരുത്തുന്നില്ല. അതിലൊക്കെ സക്കാത്ത് 10% തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ഈ പറയപ്പെട്ട 10% തന്നെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഈ നനയല്ലാത്ത മറ്റ് ചെലവുകൾ അന്നും ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ പരിഗണിച്ചിട്ടില്ല. അപ്പൊ നനക്കലുമായി ബന്ധപ്പെട്ട ചെലവിനെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ സക്കാത്തിൽ കൊടുക്കേണ്ട വിഹിതത്തിൽ കുറവ് വരുള്ളൂ എന്നർത്ഥം. പിന്നെ ഇവിടെ വേറൊരു കാര്യം സൂക്ഷിക്കേണ്ടത്, ഇപ്പൊ സക്കാത്ത് കൊയ്തെടുത്ത് കഴിഞ്ഞാൽ, ഇപ്പൊ സക്കാത്ത് വിളവെടുത്ത് കഴിഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാകും. ആകെ വിളവെടുത്ത വസ്തുവിൽ ആണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. അതിന്റെ 10% സക്കാത്തായി കൊടുക്കേണ്ടത്. അപ്പൊ സക്കാത്തിന്റെ വിഹിതം മാറ്റി വെക്കുന്നതിന് മുമ്പ് അതിൽ ഒരു തരത്തിലുള്ള ഇടപാടുകളും അനുവാദമല്ല, ഹറാമാണ്. അപ്പൊ അതിന് മാറ്റി വിൽക്കുക, അല്ലെങ്കിൽ മറിച്ച് വിൽക്കുക, അല്ലെങ്കിൽ കൂലിക്കാർക്ക് പണ്ടത്തെ സമ്പ്രദായം അനുസരിച്ച് കൂലിക്കാർക്ക് നെല്ലനെ കൂലിയായിട്ട് കൊടുക്കും. അപ്പൊ അത് കൊടുത്തതിന്റെ ശേഷം സക്കാത്ത് കണക്ക് കൂട്ടിയാൽ സക്കാത്തിന്റെ പരിപൂർണ കണക്ക് ലഭിക്കൂല. അപ്പൊ വിളവെടുത്ത ഉടനെ തന്നെ മൊത്തം വിളവെടുപ്പ് എത്ര ഉണ്ട് വിളവിന്റെ കണക്കെടുത്ത് അതിന്റെ സക്കാത്തിന്റെ ഓഹരി മാറ്റി വെച്ചിട്ടായിരിക്കണം ബാക്കി കൂലിക്കാർക്ക് കൂലി കൊടുക്കുന്നതും അല്ലെങ്കിൽ അരി കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിൽ വേറെ ഇടപാടുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ സക്കാത്തിന്റെ ഓഹരി ആദ്യം മാറ്റി വെക്കണം. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ അതിൽ ചെയ്യേണ്ടത്. ഇന്ന് സാധാരണ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാറുണ്ട്. കൂടുതലും ചിലപ്പോൾ സ്വന്തം ഭൂമി ഉണ്ടാവില്ല, പാട്ടത്തിന് വിളവെടുത്ത് കൃഷി ചെയ്യുമ്പോൾ അതിന് സക്കാത്ത് നിർബന്ധമാകുന്നത് ആ വ്യക്തിക്കാണ്. പാട്ടത്തിന് വിളവെടുത്ത് ചെയ്യുന്ന വിളയുടെ സക്കാത്തും അതുപോലെ തന്നെ അവിടെ മറ്റു ചെലവുകളൊക്കെ ആ പാട്ടത്തിനെടുത്ത് ചെയ്യുന്ന ആളാണ് കൊടുക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കാവുന്ന സമയമാണ്. ചോദ്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ. അസ്സലാമു അലൈക്കും. ഒരു സ്ത്രീ അവര് ഉപയോഗിക്കാൻ വേണ്ടി ഓർണമെന്റ്സ് ഉണ്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അവര് സേവിങ്സിന് വേണ്ടി വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സേവിങ്സിന് വേണ്ടി എടുത്തു വെച്ചത് ഓർണമെന്റിന്റെ രൂപത്തിലാണെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കണ്ടേ? അതിന് എടുത്തു വെച്ചതിലാ കൊടുക്കേണ്ടത്. ആഭരണമായിട്ട് എടുത്തു വെച്ചാലും അതിനും കൊടുക്കണം. ഇപ്പൊ സ്ത്രീയാണ് എടുത്തു വെച്ചെങ്കിലും, ഒരു സ്ത്രീന്റെ അടുക്കൽ ഒരു 10 ലക്ഷം ഉണ്ടായിരുന്നു, അത് എടുത്തു വെക്കൽ പ്രയാസമാണ്. അപ്പൊ ആ സ്ത്രീ അതിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടും അതിൽ വർധനവ് ഉണ്ടാവാനും വേണ്ടി അത് ആഭരണമാക്കി എടുത്തു വെച്ചു, ധരിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ആഭരണം എടുത്തു വെച്ചാൽ അതിൽ സക്കാത്ത് നിർബന്ധമാകും. ധരിക്കുകയാണെങ്കിലും സക്കാത്ത് നിർബന്ധമാകും അതില്. ആ ലക്ഷ്യത്തിലാണെങ്കിൽ ഇനിയൊരു ആഭരണമായിട്ട് അതിന് സ്വീകരിച്ചാൽ അതിന് ഇനി ഉദ്ദേശം അനുസരിച്ചാണ് അവിടെ. അത് ആ എടുത്തു വെച്ചത് 85 ഗ്രാമിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അല്ലേ സക്കാത്ത് ആവുള്ളൂ? 85-ന് മുകളിലുണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. കുട്ടികളുടെ ആണെങ്കിലും ഈ കുട്ടികൾക്ക് നമ്മള് മുടിയാഴ്ചന്റെ സമയത്തൊക്കെ സ്വർണ്ണം ഇടുന്നുണ്ടാവുമല്ലോ, അതൊക്കെ ഹലാലായ ആഭരണത്തിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. ഇത് സക്കാത്തില്ല. അത് ഓർണമെന്റ് ആയിട്ട് അതിൽ ആഭരണമായിട്ട് കണക്കാണ്. അപ്പൊ അത് നമ്മളത് കച്ചവടത്തിന് എടുക്കുകയാണെങ്കിലോ അത് ആ കുട്ടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മളൊരു കച്ചവടത്തിന് വേണ്ടിയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ അത് കച്ചവടത്തിന്റെ സക്കാത്ത് അതിൽ വരുന്നത്. അപ്പൊ ആ കുട്ടിക്ക് അത് സക്കാത്ത് ഉണ്ടാവും. അത് 80 ഗ്രാമിന്റെ അടിയിലാണെങ്കിൽ കുട്ടിക്ക് അത് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. അതായത് എനിക്ക് ജ്വല്ലറി ആണെന്ന് വിചാരിക്കാം. ഞാൻ കുട്ടിക്ക് കിട്ടിയ സ്വർണം കുട്ടിയുടെ പേരിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ജ്വല്ലറിയിൽ കാണിച്ചു. അപ്പൊ അത് കുട്ടിക്ക് ആ ഒരു ഇതിന് സക്കാത്തിന്റെ ആവശ്യം ഉണ്ടാവും. അത് ഗോൾഡ് ആയിട്ട് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സാധനം കിട്ടിയത് കുട്ടിക്ക് ധരിക്കാൻ വേണ്ടി കൊടുത്തത് ഗോൾഡ് ആണ്. കുട്ടി വലുതാവുന്നതോറും ഗോൾഡ് സൈസ് ഇല്ലാതാവുമല്ലോ. അപ്പൊ നമ്മളത് ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഗോൾഡ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തു കച്ചവടത്തിന് വേണ്ടി വെച്ചു. അതിന് പിന്നെ കച്ചവടത്തിന്റെ സക്കാത്ത് വരും, പിന്നെ ചരക്കിന്റെ സക്കാത്ത് വരും. അത് കുട്ടിക്കാണ് വരിക അതോ കച്ചവടത്തിനാണ് വരിക? കുട്ടിക്ക് തന്നെയാണ് വരിക. കുട്ടിക്ക് വരും കൊടുക്കേണ്ട വലിയല്ലോ കൊടുക്കേണ്ടത്. കുട്ടിക്ക് വേണ്ടിയിട്ട് വലിയാണ് കൊടുക്കേണ്ടത്.
വാപ്പയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കൊടുക്കേണ്ടത്. പാരന്റ്സ് കൊടുക്കേണ്ടി വരും. അത് കുട്ടിക്ക്, പക്ഷെ അത് കുട്ടിക്ക് 80 ഗ്രാമിൽ ഇല്ലെങ്കിലോ, അത് 80 ഗ്രാമിന്റെ അടിയിൽ കുട്ടിയുടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കല്ലേ, കുട്ടിയുടെ ഞാൻ പറയുന്നത് ഒരു 50 ഗ്രാമാണ് കുട്ടിക്ക് കിട്ടിയതെന്ന് വിചാരിക്കുക. 50 ഗ്രാംസ്. അപ്പൊ 50 ഗ്രാംസിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ആ 50 ഗ്രാംസിന് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് കച്ചവടത്തിനാണെങ്കിലും കൊടുക്കേണ്ടതുണ്ട്. കടയിൽ നിസാബ് എത്തിയിട്ടില്ലല്ലോ, മൂല്യം കൂടുമ്പോൾ ചെയ്യണം. നിങ്ങൾ കച്ചവടം അതായത് നമ്മൾ ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം നിങ്ങളിപ്പോ മൊത്തം ശതമാനം ഉണ്ടാവുമല്ലോ. കുട്ടിയുടെ ഇത്ര ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ശതമാനം ആ കച്ചവടത്തിൽ അവനൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ കുട്ടിയുടെ. അതെ, അപ്പൊ അതിനൊരു മൂല്യം ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് 50 ആണെങ്കിൽ 50 എന്തായാലും സക്കാത്ത് നിർബന്ധമാവില്ല. മനസ്സിലായില്ല, ഞാൻ 50 ഗ്രാം ഇൻവെസ്റ്റ് ചെയ്തു, അത് അടുത്ത കൊല്ലാകുമ്പോൾ നമ്മൾ ഒരു പ്രോഫിറ്റ് എടുക്കുകയല്ലേ ചെയ്യുക. അത് 50 ഗ്രാം അവിടെ തന്നെ ഉണ്ടാവും. അതിന് നമ്മൾ ഇയർലി പ്രോഫിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഷെയറിന്റെ മൂല്യം കൂടുന്നില്ല, ഷെയർ സെയിം ആണ്, എല്ലാവർക്കും ഷെയർ വാല്യൂ സെയിം ആണ്. കച്ചവട സക്കാത്ത് കൊടുക്കേണ്ടി വരും. അല്ല, നമ്മൾ 50 ഗ്രാം ത്രഷോൾഡ് തന്നെ 80 ഗ്രാം അല്ലേ നമ്മളുടെ, 85 ഗ്രാം അല്ലേ ത്രഷോൾഡ്. ജ്വല്ലറിയുടെ ഭാഗം. ഓക്കെ 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 ജ്വല്ലറിക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഓക്കെ, അതല്ല, ഇപ്പൊ നമ്മളിപ്പോ ജ്വല്ലറിക്ക് കുറെ പാർട്ട്നേഴ്സ് ഉണ്ടാവുമല്ലോ. നമുക്ക് ഇയാളുടെ ഷെയർ എന്ന് പറയുന്നത് 50. അല്ല, സക്കാത്ത് ജ്വല്ലറിക്ക് സക്കാത്ത് കൊടുക്കണം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ജ്വല്ലറിയുടെ സ്റ്റോക്ക് എടുക്കും. ഇവിടെ ഫാസിൽ സാഹിബ് ചോദിച്ചതേ ആ 50 ഗ്രാമില് ഈ 10 ആളുകൾ എത്ര ശതമാനമാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ആ തുക നിങ്ങൾ സക്കാത്തായിട്ട് കണക്കാക്കണം. ഞാൻ 50% എടുത്തിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം സക്കാത്ത് കൊടുക്കുന്ന 50% ഞാനല്ലേ കാണുന്നത്. 50% ഞാൻ കാണും. നിങ്ങൾ ഈ പറഞ്ഞ ഒരു കുട്ടിന്റെ 50 ഗ്രാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 0.001 മറ്റേ ആ കുട്ടിക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ആ സക്കാത്തിന്റെ ആ ശതമാനം ആ കുട്ടി കൊടുക്കേണ്ടി വരും. അത് കച്ചവടത്തിലേക്ക് ഇട്ടതിന്റെ പേരിൽ പിന്നെ ആ ലെവലായി മാറിയത്. അപ്പൊ മൊത്തം കച്ചവടത്തിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ആ ശതമാനം കുട്ടി കൊടുക്കേണ്ടി വരും. അല്ല, രക്ഷകർത്താവ് കൊടുക്കേണ്ടി വരും. അതായത് ആ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലേ അത് വരിക. അല്ല, സ്റ്റോക്ക് നമ്മൾ സെയിം ആയിട്ട് വെക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് തന്നെയാണ് ലാസ്റ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എന്തായാലും കാൽക്കുലേറ്റ് ആണ്. അല്ല, അതായത് ഗോൾഡ് ആകുമ്പോൾ നമുക്ക് സ്റ്റോക്ക് സെയിം ആണ് വരുന്നത്, വാല്യൂ ഡിഫറെന്റ് അല്ലേ വരിക. അപ്പൊ നമുക്ക് ആ സ്റ്റോക്കിന്റെ വാല്യൂ വെച്ചിട്ട് അതിന്റെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്ക് മൊത്തത്തില് കമ്പനിയുടെ ഗോൾഡിന്റെ നമ്മൾ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ അതും കുട്ടിയുടെ പ്രോഫിറ്റും കൂടി കൊടുത്താൽ പറ്റും. ഇപ്പൊ ജ്വല്ലറി മൊത്തത്തിൽ ആ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ വീടൂലേ, അത് മൊത്തം ജ്വല്ലറി കൊടുക്കും. ഈ പാർട്ട്നേഴ്സ് പറയാണ് ഒരാളോട്, നടത്തുന്ന ആളോട് പറയാണ് നിങ്ങൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവരും വീടും. ഒരാൾ കൊടുത്താൽ തന്നെ എല്ലാവരും. അതേമാതിരി തന്നെ പിന്നെ ഈ ജ്വല്ലറിയുടെ എങ്ങനെ ഇപ്പൊ നമ്മൾ കൊല്ലം ഗോൾഡിന്റെ വാല്യൂ കൂടുതലല്ലോ. അപ്പൊ നമ്മൾ എല്ലാ കൊല്ലം ആ ബേസിക് ഗോൾഡ് വെയിറ്റ് സെയിം ആയിരിക്കും, പക്ഷെ വാല്യൂ ഡിഫറൻസ് വരും. അപ്പൊ നമ്മൾ ആദ്യം ആ വാല്യൂ വെച്ചിട്ട് എല്ലാ വർഷവും വാല്യൂ വെച്ചിട്ട് തന്നെ കൊടുക്കണം. അപ്പൊ അതിൽ നമുക്ക് മീൻസ് ഈ വർഷം ഇപ്പൊ നമ്മള് ക്യാഷിന്റെ കൊടുക്കുമ്പോ 10 ലക്ഷം കൊടുത്താല് പിന്നത്തെ വർഷം നമ്മൾ ബാക്കിയുള്ളതിന് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ 1 ലക്ഷം ആണെങ്കിൽ 97,250 കൊടുത്താൽ മതിയല്ലോ. ഇത് കച്ചവട സക്കാത്താണല്ലോ. വസ്തു എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ജ്വല്ലറി നടത്താണ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 കിലോന് സ്വർണ്ണം അതിനുള്ളിലുണ്ട്.
നിങ്ങൾ ഈ വർഷത്തെ സക്കാത്ത് കൊടുത്തു. ഓക്കെ. കച്ചവടത്തിന്റെ സക്കാത്ത് ആകുമ്പോൾ ഗോൾഡ് അല്ല കൊടുക്കുക, മൂല്യമാണ് കൊടുക്കുക. അതിന് പൈസ ആയിരിക്കും നിങ്ങൾ സക്കാത്തിൽ കൊടുക്കുക. അത് കൊടുത്തു. അടുത്ത വർഷം ഇതേപോലെ 10 ലക്ഷത്തിന്റെ ഈ ഉദാഹരണത്തിന് ഒരു 10 കിലോ ഉണ്ടായിരുന്നു. അടുത്ത വർഷം 10 കിലോ, കഴിഞ്ഞ വർഷം 10 കിലോ ഉണ്ടായപ്പോൾ ഒരു 10 കോടിയെന്ന് വിചാരിച്ചോളി. ഈ വർഷം 15 കോടിയായിട്ട് 15 കോടിന്റെ സക്കാത്താണ് നിങ്ങൾ കൊടുക്കേണ്ടത്. 15 കോടിയുടെ സക്കാത്ത് തന്നെ കൊടുക്കണം. മറ്റേതിൽ കുറവൊന്നും ഉണ്ടാവില്ല. 2%. അത് നമ്മൾ വസ്തുവിന്റെ സക്കാത്തിലാണ് അത് കുറയുമ്പോൾ അതിന് കുറവിനെ പരിഗണിക്കപ്പെടുന്നത്. കച്ചവടത്തിന്റെ സക്കാത്തിൽ അവിടെയുള്ള സ്റ്റോക്ക് എത്രയാണോ അതിൻ്റെ ഫുള്ളായിട്ട് കൊടുക്കുക വേണം. ഫുള്ളായിട്ട് കൊടുക്കണം. വസ്തു കുറയുകയാണെങ്കിൽ മാത്രമാണ് സക്കാത്ത് കുറയുന്നുള്ളൂ. ആഭരണത്തിലാണ് സക്കാത്ത് കുറയും. ഇപ്പൊ ആഭരണത്തിലാണ് സക്കാത്ത് കുറയും. ഇപ്പൊ ഒരു 15 പവൻ സ്വർണം ഒരാള് സൂക്ഷിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു വർഷം കഴിഞ്ഞ് അതിന്റെ 2% കൊടുത്താൽ കുറഞ്ഞല്ലോ. ബാക്കി 14 സംതിങ്ങിന്റെ കൊടുത്താൽ മതി. കച്ചവടത്തിലാവുമ്പോ അത് ആ സ്റ്റോക്ക് മൂല്യത്തിലേക്ക് പരിഗണന, വസ്തുവിനല്ല. അല്ലാതെ അത് അതിൽ ഡിഫറൻസ് വരില്ല. അതിൽ ഡിഫറൻസ് വരില്ല. എമൗണ്ട് എത്ര വരുന്ന അതിനനുസരിച്ച് അതിന്റെ 2% കൊടുക്കണം. അടുത്ത ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഞാൻ ഒരു സംശയം, അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്വർണം വാങ്ങുന്നതിന് പകരം ഭൂമിയാണ് വാങ്ങിയത്. അത് ഞാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ക്യാഷ് ചെയ്യണം, നല്ലൊരു വില കിട്ടിയാൽ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വാങ്ങിയത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സക്കാത്ത് എങ്ങനെ? ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള പൈസ കൊണ്ട് ഭൂമി വാങ്ങിക്കുമ്പോൾ ലക്ഷ്യം വിൽക്കണമെന്ന് ഇല്ല എങ്കിൽ, പൈസ സംരക്ഷിക്കല ലക്ഷ്യമെങ്കിൽ യഥാർത്ഥത്തിൽ ഭൂമി സക്കാത്തില്ല. എല്ലാ സക്കാത്ത ഫിലിക്കർ ഹദീസിൽ വ്യക്തമായിട്ട് വന്നതാണ്, ഭൂമി സക്കാത്തില്ല. പക്ഷെ നമ്മളിവിടെ കച്ചവടമാണ് ലക്ഷ്യം. അപ്പോൾ ഭൂമി അല്ലാതെ പരിഗണിക്കുന്നത് കച്ചവട ചരക്കാണ് പരിഗണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ 10 ലക്ഷം റുപ്യക്ക് ഭൂമി വാങ്ങിച്ചു, ഒരു വർഷമായി, നല്ല വില കിട്ടിയ വിൽക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് നിങ്ങൾ വാങ്ങിച്ചത്. ഫസ്റ്റ് വർഷം വിറ്റില്ല. അന്ന് ആ ഭൂമിക്ക് നിങ്ങൾ വാങ്ങിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിന് ഏകദേശം 12 ലക്ഷം മൂല്യമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു വർഷം പൂർണ്ണമാകുമ്പോൾ 12 ലക്ഷത്തിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുക്കണം, വിറ്റിട്ടില്ലെങ്കിലും. ഇനി നിങ്ങൾക്ക് ഇപ്പം കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ 2 വർഷം കഴിഞ്ഞ് 3 വർഷമായപ്പോൾ ഏകദേശം ആ ഭൂമിക്ക് ഒരു 15 ലക്ഷമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ 15 ലക്ഷത്തിന്റെ സക്കാത്ത് വിൽക്കുന്ന സമയത്ത് കൊടുക്കണം. 3-ാം വർഷം. 2-ാം വർഷം നോക്കണം നമ്മൾ അതിന് എത്രയായിരുന്നു അന്ന് മൂല്യമുള്ളത്. അന്നൊരു 14 അല്ലെങ്കിൽ 13 ആണെങ്കിൽ 13ന്റെ 2% കൊടുക്കണം. 1-ാം വർഷം നമ്മൾ എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞ ശേഷം അതിന്റെ മൂല്യം എത്ര നോക്കിയിട്ട് അതിന്റെ 2% കൊടുക്കണം. അങ്ങനെ 3 വർഷത്തിന്റെയും ആ സമയത്തുള്ള മൂല്യം പരിഗണിച്ചുകൊണ്ടുള്ളതായ സക്കാത്ത് കൊടുക്കേണ്ടി വരും, വിറ്റതിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ. ഇനി അല്ലെങ്കിൽ ഓരോ വർഷം അതിന്റെ മൂല്യം പരിഗണിച്ച് കൊടുത്തോണ്ടിരിക്കാം. ഇതിപ്പോ ഞാൻ 4 കൊല്ലം ഹോൾഡ് ചെയ്തു. 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച വില എനിക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 വർഷത്തിന് കൊടുക്കണം. 4 വർഷത്തിന്റെ ഓരോ വർഷത്തിന്റെ മൂല്യ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കണം. ആഭരണത്തിന് പരിധി ഉണ്ട്. എത്ര ആഭരണമായിട്ട് ഉപയോഗിക്കാൻ എത്ര വരെ വെക്കാൻ പോവാന്? അതിന് ഒരു പരിധി ഉണ്ടോ? പിന്നെ ആഭരണത്തിന് ഇത്ര സൂക്ഷിച്ചു വെക്കാൻ എന്നുള്ളതിനൊരു പരിധി പണ്ഡിതന്മാർ നിശ്ചയിച്ചു തന്നിട്ടില്ല. ആഭരണത്തിൽ സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്ന 3 മദ്ഹബിന്റെ ഇമാമികളുണ്ട്. അവരൊക്കെ ഉറുഫിലേക്കാണ് ചേർത്ത് പറയുന്നത്. ഉറുഫ് എന്ന് പറഞ്ഞാൽ നാട്ടുനടപ്പാണ് പറയുന്നത്. അതായത് ഇസ്രാഫ് ആയിട്ട് ഗണിക്കപ്പെടുന്ന ഒരളവ് ആഭരണമുണ്ടെങ്കിൽ അതിലാണ് സക്കാത്ത് നിർബന്ധം. അതിനൊക്കെ 200 കിലോ ആണല്ലേ അത് പറയുന്നത്? അത്ര 200? അത് ഒറ്റ ആഭരണം അതൊരു വിദൂരമായ കാര്യമാണ്. ഒറ്റ ആഭരണം പരിധിക്ക് ഇപ്പോ ഒരു വളക്ക് ഇപ്പൊ എത്ര ഗ്രാം വരും? ചുരുങ്ങിയ ഗ്രാമ വരിക. അത് 200 ഗ്രാമിന്റെ ഒറ്റ വള 2 പാദരസവും 800 ഗ്രാം വരിക. ഇതൊന്നും ഒരു ആഭരണത്തിന്റെ ഭംഗിയല്ലല്ലോ, അഭംഗിയായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. അഭംഗിയായിട്ട് കാണപ്പെടുന്ന ആഭരണങ്ങൾക്കാണ് സക്കാത്തിന്റെ ഒരു അളവ്. അങ്ങനെ ഒരു ഉറുഫൻ പരിഗണിച്ച് പറഞ്ഞതാണ്, നാട്ടുനടപ്പ് പരിഗണിച്ച് പറഞ്ഞതാണ്. ഒരു കൃത്യ അളവ് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടില്ല. അത് ഉറുഫിലേക്ക് ചേർത്ത് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് അഭംഗിയല്ലാതെ ഒരു പാന 2 പാന അങ്ങനത്തെ എത്രയും വെക്കാം.
ഈ വാടക വരുമാനത്തിന് പിന്നെ നമ്മളെ സക്കാത്ത് കൂടുതലായിട്ടുണ്ടോ? വാടകന്റെ വരുമാനം മാത്രം, വേറെ വരുമാനങ്ങളൊന്നുമില്ല. നമ്മള് കോട്ടേഴ്സ് അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ വാടക മാത്രമായിട്ട്, അതിന് നമുക്ക് വേറെ ചെലവുകളൊന്നുമില്ല. നമ്മൾ വാടക മാത്രമല്ലേ കൊടുക്കുള്ളൂ. കറൻസിയുടെ സക്കാത്താണ് അതിന് വരുന്നത്. അതായത് ഒരു വർഷം നമ്മൾ പറഞ്ഞ മൂല്യം നമ്മളെ കയ്യിൽ സേവ് ആയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ വരുന്നുള്ളൂ. 1.5 ലക്ഷം റുപ്യൻ്റെ അടുത്ത് നമ്മുടെ കയ്യിൽ നമ്മളെ അക്കൗണ്ടിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതൊരു വർഷമായിരുന്നെങ്കിൽ അതിനെ സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. നിസാബ് എത്തണം, ഹൗല് എത്തണം. അതേപോലെ തന്നെ ഉസ്താദ് നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റിയ പിന്നീട് വിൽക്കാൻ പറ്റിയ സാധനങ്ങൾക്ക് സക്കാത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. അതിൽ പെട്ടതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ റബ്ബർ, അതേപോലെ തന്നെ തേങ്ങയാണെങ്കിൽ നാളികേരാണെങ്കിൽ കൊപ്പരാക്കി എടുത്തേക്കാം, അതേപോലെ തന്നെ പിന്നെ കുരുമുളകാണെന്നുണ്ടെങ്കിൽ ഉണക്കി സൂക്ഷിച്ച് വെക്കാം. അപ്പൊ അത്തരം സാധനങ്ങൾക്ക് പിന്നെ അത് വിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ വില കൂടണം എന്ന് ഉദ്ദേശിക്കാണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളെ വളവിന്റെ സമയത്ത് വില കുറവാണെങ്കിൽ, അല്ലെങ്കിൽ അപ്പം നമുക്ക് പൈസക്ക് ആവശ്യം ഉണ്ടാവില്ല. ഉണക്കി സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണ്. എന്നിട്ട് അടുത്ത വർഷമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷമൊക്കെ അല്ലെങ്കിൽ വില കൂടുന്ന സമയത്തൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അതിന് നികുതി ഇത് പിന്നെ സക്കാത്ത് വരുമോ? എന്താണ് അതിൻ്റെ? പിന്നെ ഭക്ഷണ വസ്തുവായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. റബ്ബറൊന്നും ഒരാൾ അതിൻ്റെയൊക്കെ വരുമാനത്തിലാണ്. അതായത് ഉണക്കി സൂക്ഷിക്കുന്ന എല്ലാ വസ്തുക്കളിലും അല്ല, അതിനെ നിത്യ ഒരു ഭക്ഷ്യ വസ്തുവായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. അവരുടെ ജീവൻ നിലനിൽക്കാൻ ഉപയോഗിക്കുന്ന മുഖ്യ ആഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. അപ്പൊ ഈ വെളിച്ചെണ്ണ നമ്മളെ കൊപ്പര കാട്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അതിന്റെയൊക്കെ വരുമാനത്തിലാണ് സക്കാത്ത് ഉള്ളത്. ഓക്കെ ശരി. ഈ 1600 കിലോന്റെ എബോ ധാന്യം ഉണ്ടെന്നുണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. തൊലിയോട് കൂടിയാണെങ്കിൽ ആ കണക്ക് വരിക. രണ്ട് തരത്തിലാണല്ലോ എടുത്തു വെക്കുന്നത്. തൊലിയോട് കൂടെ തൊലി കളയാതെ എടുത്തു വെക്കുമ്പോഴാണ് ഈ 1300ഓളം ഏകദേശം വരിക. 1300 കിലോ എബോ 1200 കിലോ ആണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് കൺഫേം ആണ് അല്ലേ? തൊലിയിൽ സൂക്ഷിക്കപ്പെടുന്നതുകൊണ്ട് തൊലിയില്ലാതെ സൂക്ഷിക്കപ്പെടുന്നത് രണ്ട് വ്യത്യസ്ത പറഞ്ഞല്ലോ. തൊലിയിൽ സൂക്ഷിക്കപ്പെടുന്നതാണെങ്കിൽ ഏകദേശം 1300ന്റെ അടുത്ത് കിലോ വരും. അങ്ങനെയുള്ള വസ്തു നമ്മൾ വിളവെടുത്ത ഉടനെ അതിന്റെ 10% കൊടുക്കണം, ചെലവില്ല എങ്കിൽ. നനക്കാനുള്ള ചെലവില്ല എങ്കിൽ, നനക്കുന്ന ചെലവുണ്ടെങ്കിൽ 5% കൊടുക്കേണ്ടി വരും. അല്ല, ഇതിപ്പോ എന്റെ ഒരു ആപ്പാപ്പ ഒരു കൃഷി ചെയ്യുന്നുണ്ട്. ഇത് കിലോന് 400 രൂപ വിലയാണ്. ഇത് ഏകദേശം ഒരു 1600 ഒരു ടണ്ണായ തന്നെ ഏകദേശം 4 ലക്ഷം റുപ്യ. ഇതിന് സക്കാത്ത് ആവശ്യം ഉണ്ടാവില്ല. കാരണം വസ്തു എന്താണ്? ധാന്യം, അരിയാണ്. മറ്റേ അരിയാണെങ്കിൽ നമുക്ക് തൊലിന്റെ ആവശ്യമില്ല. 612 കിലോ മുതൽ 675 കിലോ വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ അരിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പറയിലാണ് പണ്ട് ഇത് അളവ് കണക്കാക്കിയിരുന്നത്. ഇന്നത് കിലോനായി മാറുമ്പോൾ അരിയുടെ നീളവും അതിന്റെ കനമൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് 612 മുതൽ 675 കിലോ വരെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പറയുന്നത് കാണാൻ സാധിക്കും. അത് യഥാർത്ഥത്തിൽ ഇതിന്റെ പേരിലുണ്ടാകുന്നതാണ്. അപ്പൊ അരി യഥാർത്ഥത്തിൽ സൂക്ഷിക്കാൻ തോലിന്റെ ആവശ്യമില്ല. അപ്പൊ അരിക്കാണെങ്കിൽ 675 കിലോന് വിളവെടുത്ത സന്ദർഭത്തിലുണ്ടെങ്കിൽ അതിന്റെ 10% കൊടുക്കണം, ചെലവുണ്ടെങ്കിൽ. പിന്നെ ഈ ഇപ്പൊ ഞങ്ങൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നതേ ഒരു 10.5 പവൻ എബോ, അതായത് ഇപ്പൊ ഒരു 80 ഗ്രാം എബോ നമ്മൾ സക്കാത്ത് കൊടുത്തിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഒരു ടോട്ടൽ ഒരു 200 ഗ്രാം ഉണ്ടാവും. എന്നിട്ട് എക്സാക്ട് ഒരു കട്ട് ചെയ്തിട്ടുള്ളൊരു ആൻസർ തന്നു കഴിഞ്ഞാൽ വൃത്തിയാണ്. ഇപ്പോ ഈ 80 ഞങ്ങള് സലഫി മദ്ഹബാണ്. അപ്പൊ ഒരു 80 ഗ്രാമൊക്കെ വാപ്പോടുന്നൊക്കെ പറഞ്ഞു കേക്കലുണ്ട്. 81 ഗ്രാമോ 81 ഗ്രാമോ. അപ്പൊ ഇതിപ്പോ 200 ഗ്രാം ഇപ്പൊ ടോട്ടൽ ഉണ്ട്. ഇനിയിപ്പോ ഞാൻ ഇപ്രാവശ്യം, കാരണം ആഡംബരമായിട്ട് ഇപ്പം എന്റെ വീട്ടിൽ ആരും ഗോൾഡ് ഉപയോഗിക്കണില്ല. അപ്പൊ 200 ഗ്രാമിന് ഇപ്പൊ പ്രാവശ്യം നമ്മൾ സക്കാത്ത് കൊടുക്കണില്ല. ഇങ്ങോട്ട് വന്നോട് കൂടിയിട്ട് കൺഫേം ക്ലിയർ അല്ലത്? ഹദീസിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഫിഖ്ഹിൽ ഏറ്റവും അറിയപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള സ്വീകാര്യമായ 4 മദ്ഹബുള്ളത്. ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇതിൽ ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ് ഒഴികെയുള്ള ബാക്കി 3 പണ്ഡിതന്മാരും അവരുടെ അസ്ഹാബുകളും ഏകോപിച്ച് അഭിപ്രായപ്പെട്ട ഒരു വിഷയമാണ് ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല എന്നുള്ളത്.
ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല എന്നുള്ളത്. ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ് മാത്രമാണ് എന്ത് പറയുന്നത്, സക്കാത്ത് നിർബന്ധമാണെന്ന് പറയുന്നത്. അദ്ദേഹം തെളിവായി പിടിച്ചിട്ടുള്ളതായ ഹദീസുകളെ ബാക്കി 3 മദ്ഹബിന്റെ ഇമാമികളും സ്വീകരിച്ചിട്ടില്ല. അത് തെളിവിന് അനുയോജ്യമായതല്ല, ബലഹീനതയുണ്ട് എന്നുള്ളതിന്റെ പേരിലാണ് അവരതിന് സ്വീകരിക്കാത്തത്. രണ്ടാമത്തെ കാരണം, അതിന് ഈ പറയപ്പെട്ടതുപോലെ ഇനി സ്വീകാര്യമാണെന്ന് പറഞ്ഞാൽ പോലും അത് എല്ലാം ഒരു വ്യാഖ്യാനത്തിന് ഇടയുള്ളതാണ്. ഒരു അഭിപ്രായം സ്വീകരിക്കണമെങ്കിൽ, ഒരു ഹദീസിൽ നിന്ന് തെളിവായിട്ട് ഒരു മസ്അല കൊണ്ടുവരണമെങ്കിൽ ആ മസ്അലയിൽ ഒരു വ്യാഖ്യാനത്തിന് ഇടയില്ലാത്തതാകണം. വ്യാഖ്യാനത്തിന് ഇടയുണ്ടെങ്കിൽ പിന്നെ അതിന് ഒരു ഗണ്യതമായ ഒരു വുജൂബിന്റെ നിർബന്ധത്തിന്റെ അഭിപ്രായത്തിൽ നിന്നും തെളിവായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ആ ഹദീസിനെ തെളിവായിട്ട് സ്വീകരിക്കാതിരുന്നത്. അതായത് ഇപ്പൊ എന്റെ അമ്മാന്റെ ഗോൾഡും എന്റെ കുട്ടികളെ ഗോൾഡും എന്റെ പെണ്ണുങ്ങളെ ഗോൾഡും ഇത് മൊത്തം അടങ്ങിക്കഴിഞ്ഞാല് എന്താ ചിലപ്പോ ഒരു 400 ഗ്രാം ഉണ്ടാവുന്ന കൂട്ടം. ഈ 400 ഗ്രാമിന് ഈ കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ സക്കാത്ത് കൊടുത്തിനു. ഈ കൊല്ലം ഈ 400 ഗ്രാമിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, നിർബന്ധമല്ല. നിങ്ങൾ കൊടുക്കണമെങ്കിൽ അത് സ്വതക്കയുടെ ഇനത്തിൽപ്പെടും, സക്കാത്ത് നിർബന്ധമായ ദാനമല്ല. പിന്നെ വേറെ നിങ്ങൾ ഇത് സൂചിപ്പിക്കാനുള്ളത്, ഭാര്യന്റെ ഉമ്മാന്റെ എന്നൊക്കെ പറയുമ്പോൾ ഉമ്മാന്റേത് ഉമ്മാന്റേതായിട്ടാണ് പരിഗണിക്കപ്പെടുക, ഭാര്യന്റേതായിട്ടാണ് പരിഗണിക്കപ്പെടുക. അപ്പൊ തീരും കൊടുക്കണ്ട, അങ്ങനെയല്ല, സെപ്പറേറ്റ് ആണല്ലോ. അതിന് ഞാൻ പറഞ്ഞത്, ഇനി ഇസ്രാഫിന്റെ ഗണത്തിൽ പെടുന്നതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതെ മാറ്റിവെച്ചതായ, സൂക്ഷിക്കാൻ വേണ്ടി മാത്രം വെച്ചതായ ആഭരണങ്ങളാണെങ്കിൽ പോലും അത് ഉമ്മയുടേതാണെങ്കിൽ അത് ഉമ്മയുടേതായ മുതലാണ്, അതിലാണ് സക്കാത്ത് നിർബന്ധമാകും. ഉമ്മാക്ക് ഭാര്യന്റെ ആവും, ഭാര്യക്ക് സക്കാത്ത് നിർബന്ധമാകുള്ളൂ. അല്ല, ഇവർക്കൊന്നും വരുമാനമില്ല, ഇത് കൊടുക്കല് നമ്മൾ നിർബന്ധമല്ലേ? ഇങ്ങനെ ഇവർക്കൊന്നും വരുമാനമില്ല, ഭാര്യക്കൊന്നും ഇത് വരുമാനമില്ല എന്ന് കൊടുക്കും, ഇമ്മാക്ക് വരുമാനമല്ല. അപ്പോ ഇത് കൊടുക്കല് നമ്മളാണല്ലോ നിർബന്ധം. അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് നിർബന്ധമല്ല. സക്കാത്ത് നിർബന്ധമാകുന്ന മുതലല്ല ഒന്നാമത് ആഭരണം എന്നുള്ളത്. അത് നിർബന്ധമാകുന്ന അവസ്ഥ നമ്മൾ പറയാൻ സേവിങ് ചെയ്യുമ്പോഴാണ്. നിർബന്ധമല്ല, ഇല്ലല്ല. ചോദ്യം കൂടി ഉണ്ടെന്നാ പറയുന്നത്. ഇതിപ്പോഴേ ഒരു